കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായതിലെ മനുഷ്യ മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി നിഷേധിക്കണം. മാനസിക തെറ്റിയ ഒരു ശുംഭനായിട്ട് മുഖ്യമന്ത്രി, ഒരു ക്രൂരനായ മനുഷ്യൻ. ഇത്രയും മോശം ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. ഈ വീണ ജോർജിനെ പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്. ഇതിനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി വെച്ച് പിണറായിക്ക് വേണ്ടി പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് ഈ പെണ്ണുപിള്ള മന്ത്രിയാണ്. ആശുപത്രി മുഴുവൻ തീർന്നു അറിയാവും. അവർക്ക് എന്ത് ചെയ്യാൻ പിണറായിയുടെ പരിഗണന എത്രയാണ്? അത് കുറ്റം പറയുന്നത് ഈ പെണ്ണ് കഴിച്ച സുന്ദരികളാണെങ്കിൽ ആണുങ്ങൾ സ്വാഭാവികം ക്ഷമിച്ചേക്കും. അത് എന്റെ അടുത്ത് സുന്ദരി എന്ന് പറഞ്ഞാൽ പോട്ടത് പിണറായി കെ എം മാണിയുടെ കണ്ണ് ഓലൂക്കോസിന്റെ മൂക്കമുള്ള വെച്ചേക്കൊണ്ടു. അതിന്റെ പിതൃത്വം നിരപരാധിയായി എന്ന് കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഓർഡർ. അതായത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമദിനമാണ്. ഈ ചരമദിനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് PC ജോർജ്, അതായത് UDFിൻ്റെ കാലത്ത് UDF കൺവീനറായിരുന്ന PC ജോർജാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഉമ്മൻചാണ്ടിയോട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ PC ജോർജ്. അതോടൊപ്പം ശ്രീ പിണറായി വിജയനുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് PC ജോർജ്. അദ്ദേഹം എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത്, അതായത് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്ന മാത്രമല്ല, അതിനകത്ത് ഞാൻ UDF കൺവീനറല്ല, ചീഫ് വിപ്പ് ആയിരുന്നു. ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് ആയിരുന്നു. അപ്പം താങ്കൾക്ക് ഇന്ന് 1-ാം വാർഷികമാണ്. ഉമ്മൻചാണ്ടിയുടെ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ചടങ്ങുകളിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ ഏറ്റവും അടുത്ത ബന്ധം, ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന യഥാർത്ഥ സത്യം എന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളും ആ ദൗർബല്യങ്ങൾ പോലെ തന്നെ നന്മകളുമൊക്കെയുള്ള ഒരു വലിയ മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ ഒരു പൊതുപ്രവർത്തനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ണൂർ വെച്ച് അടി കൊടുത്തു, കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞ് അടിച്ചു. അത് കഴിഞ്ഞ് കല്ലെറിഞ്ഞു. പുള്ളി അവനോട് ക്ഷമിച്ചു. പുള്ളിക്ക് അതിന് പ്രശ്നമില്ല. ഇതുപോലൊരു മനസ്സാക്ഷിയുള്ളവന് ഞാൻ കണ്ടിട്ടില്ല. വേറെ ആരെങ്കിലും ക്ഷമിക്കും? പിണറായിയാണ് കൊന്നു കളഞ്ഞാൽ. മനസ്സിലായോ? പിണറായിയുടെ യാത്ര നടന്നു. ആ യാത്രക്കിടയിൽ പിണറായിയുടെ കരികൊട് കാണിച്ചാൽ പോലും അടിച്ച് നശിപ്പിച്ചു കളഞ്ഞില്ല. ഇപ്പോഴും ആശുപത്രി കിടക്കുന്ന ആളുകൊണ്ട് എനിക്കറിയാം, അവിടെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം പറയാം, കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായതിലെ മനുഷ്യ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയെ നിഷേധിക്കേണ്ട. അങ്ങേരെ പോലെ, അദ്ദേഹത്തെ പോലെ മനുഷ്യബന്ധം, ജനസമ്പർക്ക പരിപാടിയിൽ 9 ജില്ലയിൽ പുള്ളിയോടൊപ്പം പോയ ആളാണ് ഞാൻ. 14 പോകണമെന്ന് എന്നോട് പറഞ്ഞാൽ പോയില്ല. എനിക്ക് പറ്റിയില്ല. 9 മണി ഞാൻ നിർത്തി. പുള്ളി പരാതി സ്വീകരിക്കും. പരാതി അന്നേരം എഴുതി കൊടുത്താൽ ഓർഡർ ഇട്ട് കൊടുക്കുക. പുള്ളി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. എന്നോട് പറഞ്ഞു, എന്ന് വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞു, PC അടുത്ത് ഉണ്ട്, ചീഫാണ്, നിങ്ങൾ എൻ്റെ തരണ നിർബന്ധം വേണമെങ്കിൽ വാറൻറ്റി കൊടുത്താലും മതി. അങ്ങനെ എൻ്റെയിലോട്ട് പരാതി തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അപ്പുറം എന്താ മേടിക്കുന്നത്? എന്നോട് പുള്ളി പറഞ്ഞു, ഇവരെ വലിയ കുഴപ്പമില്ലാത്തതാണ്, എല്ലാം എഴുതി കൊടുത്തേക്കാം, ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്തേക്കണം. അങ്ങനെ എഴുതി വെച്ച്. പിന്നെ ചാക്ക് നിറച്ച് ഈ നിവേദനം എല്ലാം കൂടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു അതിനി പോയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ചാക്കുകെട്ടെടുത്ത് മുഴുവൻ പരാതി പരിശോധിച്ചു. ഇങ്ങനൊരു മനുഷ്യനെ എവിടെ കിട്ടും? ഇങ്ങനൊരു ഭരണാധികാരി എവിടെ കിട്ടും? മനുഷ്യനാണ്, നല്ല ഭരണാധികാരിയാണ്, നീതിബോധമുള്ളവനാണ്, നീതിമാനാണ്, അതുപോലെ ദീനാനുകമ്പയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്. എന്ത് തെറ്റ് വന്നാലും ആരെയും ക്ഷമിക്കും. അതാണ് പ്രത്യേകം. പുള്ളിക്കെട്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് എന്നാ വലിയ എറിഞ്ഞത്, അവൻ എറിഞ്ഞ് മര്യാദയായിട്ടാണ്. പക്ഷെ അത് പുള്ളി ക്ഷമിച്ചില്ല, കേസ് കൊണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം, പുള്ളി ഒരു കേസ് വേണ്ടെന്ന് പറഞ്ഞു. ഇതുപോലൊരു മനുഷ്യനെ ലോകത്ത് കിട്ടുകയില്ല. ഇനി ലോകത്തൊരു സ്ഥലത്തും ഇതുപോലൊരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവായിട്ടുണ്ടായിട്ടില്ല. പുള്ളി മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം ഈ AK ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം പുള്ളിയുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്നില്ലേ? അല്ലെ AK ആന്റണിക്ക് എന്താ യോഗ്യത വരുന്നത്? എല്ലാം കൊടുക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം കൊടുക്കും എന്ന മനസ്സിനുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ കുറ്റപ്പെടുത്താണ്. ഞാൻ അങ്ങേരോട്ട് ഇണങ്ങിയും പിണങ്ങിയും പോയിട്ടുണ്ട്. ഞാനും അങ്ങേരും കൂടെ പിണങ്ങി എന്ന് വെച്ചാൽ ഒരു വിഷയം എന്താണെന്ന് ഞാൻ ഇനി കിടക്കുന്നില്ല. ഞാൻ ഗവൺമെൻറ് അഭിപ്രായം, ഗവൺമെൻറ് അഭിപ്രായം ഞാൻ പറഞ്ഞു. സാറിന് ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ ചർച്ചയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി 2 ദിവസമായിട്ട് ഞങ്ങൾ ഉടക്കമുണ്ടായിരുന്നു. പുള്ളി ഏറ്റിട്ട് ജോറി പറഞ്ഞ അഭിപ്രായം ജോറേൻ്റെ അഭിപ്രായമാണ്, ഗവൺമെൻറ് അഭിപ്രായം ഇതാണെന്ന് മാറ്റി പറഞ്ഞു.
ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ മിണ്ടേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് മിണ്ടേണ്ട കാര്യമൊന്നും. ഞാൻ നേരെ എൻ്റെ ഓഫീസിലോട്ട് പോയി. ഓഫീസിലോട്ട് രാജിക്കത്ത് എഴുതി. ചീഫ് പ്രസിഡന്റ് രാജിക്കത്ത് എഴുതി സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും. ഞാൻ ആദ്യം സ്പീക്കർക്ക് കൊണ്ട കൊടുത്തു, മറ്റത് ഞാൻ മുഖ്യമന്ത്രിക്ക് സ്റ്റാഫിന് കൊടുത്തു. അന്നേരം കേട്ടോ അങ്ങനെ ഒരു പക്ഷേ ഞാൻ രാജിവെന്ന് ഓർത്തില്ല. പുള്ളി ചാടി എൻ്റെ ഓഫീസിൽ വന്നു. ഞാൻ ചേട്ടാ ഇതൊഴിച്ച് ബാക്കി ഏത് കാര്യം ചെയ്തു ഇനി ഞാൻ ഇരിക്കുക, നമുക്ക് ഒരു പണക്കവും ഇല്ലല്ലോ, നമ്മളൊന്നും ഒരു പണക്കവും ഇല്ലല്ലോ, ഞാൻ ഒരിക്കലും ചേട്ടനെ പടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അതങ്ങനെ അത് നല്ല ബന്ധമായിരുന്നു കേട്ടോ. നല്ല പാവം, ഒരു നല്ല മനുഷ്യൻ. സത്യത്തിൽ അദ്ദേഹത്തെ എതിർക്കാതിരിക്കാൻ എൻ്റെ മനസ്സാക്ഷിക്ക് എതിർക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എതിർത്തതാണ്. എങ്കിലും ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്ന വിഷയത്തിൽ കിടക്കുമ്പോൾ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തിനെതിരായ കേസ് മുഴുവൻ തള്ളാൻ എൻ്റെ സാക്ഷി പറയുകയാണ്. ഞാൻ ആ സാക്ഷി പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് നിഷേധിച്ച് സാക്ഷി പറയുകയും ചെയ്തു. സരിത നായർ വിഷയം ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് പറയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ താങ്കളെ അടക്കം കുടുക്കിയുള്ള ഒരാളാണ് സരിത നായർ. അതൊക്കെ ഒരു കുടുക്കല്ല, കള്ളക്കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൽ താങ്കളെ അറസ്റ്റ് ചെയ്യിക്കുന്നതിൽ പിണറായിയോടൊപ്പം നിന്ന ഒരാളാണ്. പിണറായിയോടൊപ്പം അറസ്റ്റ് ചെയ്ത് എന്ത് കിട്ടി? അവിടെ കൊണ്ടിയിലതിനപ്പുറം മജിസ്ട്രേറ്റ് ഒരു തിരുവനന്തപുരത്ത് 3ാം ബെഞ്ചിലായിരുന്നു. താങ്കൾ അവർക്ക് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുകയും ഞാൻ എന്തെല്ലാം സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാണിയുടെ മകൻ്റെ കൂടെ പോയി 2 ആഴ്ച താമസിച്ചതിന് ഒന്ന് ആലോചിച്ച് രൂപ 50 ലക്ഷം മാണിയോട് പറഞ്ഞ് ഞാനാ മേടിച്ചു കൊടുത്തത്. നന്ദി വേണ്ടേ? അതൊക്കെ പോട്ടെ, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, എന്നിരുന്നാലും അല്ല, ഞാൻ എന്താ പറയുക, ഈ പഴയ കാര്യങ്ങളൊന്നും ഓർത്തിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവരെ നന്ദികേട് കാണിക്കാൻ പാടില്ല. ഇവരെ എനിക്ക് അവർ പറഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേ ഇല്ല, ഈരാറ്റുപേട്ട ഞാൻ ഇരിക്കുന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഗസ്റ്റ് ഹൗസ്, നാടകം ഗസ്റ്റ് ഹൗസ് പൊളിഞ്ഞു പോയി. അവിടെ അതായത് താങ്കൾ അവരോട് ചക്കരപ്പെണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് ഇപ്പോഴും ഞാൻ വിളിക്കാൻ അവളെ മാത്രമല്ല, അല്ല, ഫുൾ സംഭാഷണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങ് പറയുന്നത് കംപ്ലീറ്റ് കുറെ കേസുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് എല്ലാവരും താങ്കൾ ആ ചക്കരപ്പെണ എന്നുള്ള വാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതാണ് സാധാരണ? ഞാൻ സാറിന് നമ്മളെ ഞാൻ ഇഷ്ടമുള്ള കൊച്ചുങ്ങളെല്ലാം എന്നാ പെണ്ണെ ചക്കരപ്പെണ്ണ എന്നൊക്കെ വിളിക്കുക. അതിപ്പോൾ എത്രയോ പെണ്ണുങ്ങളെ വിളിക്കുന്നു. എൻ്റെ എന്താ ഒരു സത്യം, എനിക്ക് ഈ മറ്റ് രീതിയിലുള്ള ഇടപെടൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എനിക്കത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 15ാമത്തെ വയസ്സിൽ പൊതുപ്പുറത്ത് തുടങ്ങിയാണ്. എന്തേരം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനാണ്. അപ്പോൾ കൂടുതലും പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന സ്ത്രീകളാണ് കൂടുതൽ വരുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് ഏത് പെണ്ണുങ്ങളെയും വളയ്ക്കാനും ഒടിക്കാനൊക്കെ പറ്റും. അത് ചെയ്യുന്നവനൊക്കെ ദൈവശിക്ഷ കിട്ടും. ഞാനെങ്ങനെ 7 പ്രാവശ്യം ഇവിടെ നിന്ന് ഈ ഒരു നിയമത്തിൽ MLA ഞാൻ എങ്ങനെയാണെന്നൊന്നും പറയും. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് വിട്ടേക്കുമല്ലേ. താങ്കളുടെ പേരിൽ ഒരു ആരോപണം കൊണ്ടുവന്നാണ് മാണി. ആ മാണി കൊണ്ടത് പരാതി അവിടെ പോയി, അവിടെ കോടതി ശിക്ഷിച്ചു. ഞാൻ അവിടെ കൊച്ചി എൻ്റെ തന്തയാണെന്ന് അവൾ പറഞ്ഞത്. കോടതി പോട്ടെ, അതുകൊണ്ട് താങ്കളുടെ നിയമസഭ ഓരോക്കോത് പ്രസംഗിച്ചു കഴിഞ്ഞ് ഭയങ്കര ബഹളം. അവിടെ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാനത് നിരപരാധിയാണ്. കാരണം ആ തള്ളയുടെയും കൊച്ചിൻ്റെയും പടവുമുണ്ടേ, ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടില്ല. അപ്പം ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ആ കൊച്ചിന് 9 വയസ്സുണ്ട്, എനിക്ക് 27 വയസ്സുള്ളൂ. ഒന്ന് ആലോചിച്ച് ഒരു മര്യാദ വേണ്ടേ? ആയതുകൊണ്ട് ആ കേസൊക്കെ പോട്ടെ. അന്ന് കോടതി വന്ന് ഇപ്പം ആ കേസിൽ കോടതി ആ ആദ്യം ശിക്ഷിച്ചു, 500 രൂപ ഫൈൻ ചെയ്തു. പിന്നെ എനിക്കെന്നെ നഷ്ടം, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറയാം കേട്ടോ, നമ്മൾ അങ്ങനെ താങ്കളുടെ പ്രാവശ്യം MLA സ്ഥാനം തെറിക്കാൻ കാരണം 87 ഇങ്ങനെ ഒരു കാര്യം KM മാണി കൊണ്ടുവരികയും താങ്കളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഞാനന്ന് പറഞ്ഞു ശരിയായി. ഞാൻ മാണി സാർ ഇപ്പം ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി ഒന്നും കുറ്റം പറയാൻ ഞാൻ എനിക്ക് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിന് സംരക്ഷകൻ ഞാനായിരുന്നു. എനിക്ക് മോന്റെ അടി കൊണ്ട് അതെ, ഞാൻ എല്ലാം സഹായിച്ചു ഞാൻ അങ്ങനെ. ഇനിയും അദ്ദേഹത്തെ മോശമാക്കാനില്ല, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞത് മാണി ഗ്രൂപ്പാണല്ലോ എന്ന അർത്ഥത്തിൽ ഞാൻ സ്പീക്കറോട് സാർ പോയിന്റ് ഓഫ് ഓർഡർ എന്ന് ചോദിച്ചു. ഓരോ കൊച്ചിങ്ങനെ പ്രസംഗിക്കുക, ഞാനിങ്ങനെ ഒരു അവിഹിതഗർഭത്തിൻ്റെ കൊച്ചിൻ്റെ ഉത്തരവാദി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ നിയമസഭയിലേക്ക് അടുപ്പിച്ച് വർത്തമാനം പറഞ്ഞു ഗവൺമെൻറ്റിനെതിരെ. MP രാഘവൻ അന്ന് CPM സെക്രട്ടറി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശക്തമായ LDF ആണെന്നറിയോ, മാണിയാ കൂടുതലാണ്. ഞങ്ങളിവിടെ കരുണാകരൻ നിങ്ങൾ 47 ഉള്ളൂ, ബാക്കി മുഴുവൻ അപ്പറയാണ്. ഞാൻ സംസാരിച്ചപ്പം
ഈ ധനകാര്യമന്ത്രിയെ പറ്റിയൊക്കെ ഞാൻ വളരെ രൂക്ഷമായി ഞാൻ പറഞ്ഞു മികവൻ്റെ KM മാണി മനസ്സിലാക്കണമെന്ന്. ഈ കാള വണ്ടി ഓടിച്ചു പോകുമ്പം കാളയുടെ വിചാരം ഒരു പട്ടി ഈ കാളവണ്ടിയുടെ കീഴെ കയറി നടക്കും, ഈ പട്ടിയുടെ വിചാരം വണ്ടി വലിക്കുന്നത് ഞാനാന്ന് എന്ന് പറഞ്ഞ പോലെ CPM-ൻ്റെ ഭരണത്തിനകത്ത് മാണി ഇങ്ങനെ നടക്കുക. മാണി വിചാരം മാണിയാണ് ഭരിക്കുന്നത്, അല്ല മാണിയുമ്മ ആ ശ്വാനൻ്റെ സ്ഥാനമുള്ളെന്ന് പറഞ്ഞു. അതാണ് ഓലൂക്കോസൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റും. ഓലൂക്കോസ് എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഈ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ പ്രസംഗത്തിന് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സാർ പോയിൻ്റ് ഓഫ് ഓർഡർ. അപ്പം നിൽക്കും പ്രസംഗം നിന്നു. എന്താ പോയിൻ്റ് ഓഫ് ഓർഡർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ KM മാണിയുടെ കണ്ണും ഓലൂക്കോസിൻ്റെ മൂക്കമുള്ള കൊച്ചിനെ കൊണ്ടുവന്ന് അതിൻ്റെ പിതൃത്വം നിരപരാധിയായി എന്നെ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഓർഡറിലാണ്. അപ്പോൾ എന്നാ കാണിച്ചാലും സംഭവം തെറ്റാണ്. കാരണം കൊച്ചിൻ്റെ പിതൃത്വം എന്നെ കെട്ടിയേൽപ്പിക്കാൻ തെറ്റാണെന്ന് ഓർഡർ ശരിയാണെന്ന് പറയാൻ പറ്റില്ല സ്പീക്കർ. ശരിയാണെന്ന് പറഞ്ഞാലും കൊച്ചിൻ്റെ കണ്ണും മൂക്കില്ലാണ്ട് പറയും എൻ്റെ അല്ല, ഇനി എനിക്കെൻ്റെ. അയ്യോ എല്ലാവരും ചിരിച്ച് സഭ പിരിഞ്ഞു പോയി, ഭയങ്കര അടിയായി. പക്ഷേ ഇപ്പോഴും ഞാൻ ഉറക്കോട്ടെ, ആ രാഘവൻ MBR-നെ അന്ന് MBR-ന്റെ നേരെ നിൽക്കാനല്ല, MBR സഭയിൽ ഏറ്റാൽ ഞടുങ്ങുമായിരുന്നു. ഇപ്പോഴത്തെ നമ്മളെ മകൻ്റെ പോലൊന്നും അല്ല MBR, അല്ല. ഭയങ്കര സ്നേഹമുള്ളവനാണ്. അങ്ങേരെ ഈ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നത് വന്നു വെച്ചാൽ ഇങ്ങനെ എന്നെ തോണ്ടി വെച്ചൊരു സാധനം ഇട്ടേച്ചു. ഞാൻ നോക്കിയപ്പം ഈ സ്ത്രീയുടെ പടവാണ്. അവിടെ എല്ലാവരുടെയും ഉണ്ടടേ, ഞങ്ങളുടെ എല്ലാവരുടെയും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വിതരണം പുറത്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഇറങ്ങി. അപ്പോൾ വളരെ നടന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കാത്ത, പക്ഷേ ഞാൻ പുറത്തിറങ്ങി വന്നപ്പം ഞാൻ തോപ്പിച്ച സ്ഥാനാർത്ഥി ഇതിന് വിതരണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ നോട്ടീസും കേസും അല്ല, ഈ പടവും. എന്നെ കണ്ടതിനെ ഇറങ്ങി ഓടി. ഞാൻ പുറകെ ഓടി, കിട്ടിയെന്ന് 4 ഇടി വെച്ച് കൊടുത്തു എന്നെ തത്തി. അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അങ്ങ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഇതേപോലെ ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയനെ വിലയിരുത്തുമ്പോൾ ഇപ്പോഴത്തെ പിണറായി വിജയനെ ഒരു കാര്യം വന്നെന്ന് പറയും, ഞാൻ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ഞാനിതിപ്പം പറയുന്നതല്ല, നേരത്തെ എപ്പോൾ ഈ പിണറായിയെ ചീത്ത പറയുമ്പോഴും ഞാൻ എടുത്തു പറയാറുണ്ട്. അന്ന് 96 ക്ഷാമമുള്ള സമയത്ത് ഈ പിണറായി 1676 മെഗാവാട്ട് വൈദ്യുതിയാണ്, അതോ 1767 മെഗാവാട്ട് വൈദ്യുതി അങ്ങനെ ഉത്പാദിപ്പിച്ചത്. ഇതെല്ലാം പുള്ളിയുടെ സമയം കൊണ്ട് 2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതല്ല. മുഴുവൻ പദ്ധതികളും സമരവും ഇംഗ്ലാവുമായിട്ട് മുഴുവൻ സമരമായിട്ട് വർക്ക് നടക്കാറുണ്ട്. പുള്ളിയായി 3 മാസം കൊണ്ട് എല്ലാം സമരം നിർത്തി എല്ലാം വീട്ടിൽ കയറ്റി പുള്ളി അടിച്ച് ആയിട്ട് 10 മണി തീർത്ത് 1676 ഓർമ്മ കിട്ടും ഞങ്ങളുടെ വൈദ്യുതി ഉത്പാദിച്ചു. അന്ന് പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയില്ലായിരുന്നു, ഇന്ന് കേരളം ഇരുട്ടിലായി പോയത്. ആ കാര്യത്തിൽ പിണറായി വിജയനെ എത്രമാത്രം പുകഴ്ത്തിയാലും പോരാ എന്നാണ്. ലാവലിംഗ് കേസ് ഉണ്ടാവുന്നത്. ആ ലാവലിംഗ് കേസൊക്കെ ലാസ്റ്റ് 110 കോടി രൂപ മേടിച്ച് 11 കോടി കട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ അവിടെ നിൽക്കട്ടെ. ഈ ഈ പശു പാല് തരുന്ന പശു വേലിയും ചാടും എന്ന് പറയും. പിണറായി നല്ലൊരു ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. അവസാന കാലത്ത് പുള്ളിയെ കൊണ്ട് പഴപ്പിച്ചു. അതിൻ്റെ പേരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ മദ്രാസിൽ ഈ ബാലകൃഷ്ണനെ കൊണ്ട് പിഴപ്പിച്ചൊരുത്തനുണ്ട്. അവൻ തന്നെയാണ് പിണറായിയെ പഴപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് വേണം അവൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ അതുകൊണ്ട് കിടക്കുന്നില്ല. പക്ഷെ വേറെ കാര്യമാണ്, മുഖ്യമന്ത്രി എന്നതിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഉപജാപക സംഘം എല്ലാം കൂടെ കൂടി ഇങ്ങനെ നശിപ്പിച്ചു. ഇത്രയും മോശം ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല. അതിപ്പം ജനം സമ്മതിച്ചു, CPM സമ്മതിച്ചല്ലോ. അങ്ങേർക്ക് എതിരെയുള്ള കേസ് അങ്ങേരുടെ മകള് എത്ര മോശമായി ഒന്ന് ആലോചിച്ചു. സ്വന്തം മകള് മൂട്ടിക്കോ. കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ചരിത്രം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കാണും, ഇത് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. മകള് 1,72,00,000 മേടിച്ചെന്ന് ഔദ്യോഗികമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കില്ലേ. ഇനി എങ്ങനെ മാറ്റാൻ പറ്റും? ഒരു 100-300 കോടി രൂപയെങ്കിലും CMR-ലെ കമ്പനിയോട് ഈ പെൺകൊച്ചു മേടിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി അറിയാതെയാണ്. അവന് ആനുകൂല്യം CMR-ലെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയില്ലേ. പിണറായിയുടെ ബന്ധമില്ലെങ്കിൽ മോൾക്ക് കിട്ടുമോ? കിട്ടുക.
അതെങ്ങനെ അവർക്ക് കൊടുക്കുന്നത്? മുഖ്യമന്ത്രി എന്നുള്ള ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു കാരണവശാൽ CMR ഈ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ മണൽ വരുന്നത് തെറ്റല്ലേ? അതൊക്കെ മണൽ വരാനുള്ള അനുവാദം ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ബന്ധമാണ്. അത് തന്നെയല്ല, ഈ പിണറായിക്ക് വേറൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നത്. പിണറായി ഈ ഭീകരവാദികളുമായിട്ട് മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിംക്കെല്ലാം പേടിയാണ്. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമിനെ പറ്റി പറയുന്നത് പറയാം. അത് ഞാൻ എപ്പോഴും അല്ല. എത്രയോ മാന്യന്മാരായ മുസ്ലിങ്ങളുണ്ട് രാജ്യത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം നടത്തിയ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, കാരണവന്മാർ. പക്ഷെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാ മുസ്ലിമെന്ന് പോയി ചാടുക. ആ മുസ്ലിം സഹോദരനും എനിക്ക് പറയാം, നിങ്ങൾ നിർത്തണം. ഈ തീവ്രവാദികളുണ്ട് മുസ്ലിമിനകത്ത്. അത് മുസ്ലിം സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട്, ഹിന്ദു തീവ്രവാദികളുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഹിന്ദു തീവ്രവാദികളെന്ന് ഹിന്ദു സമൂഹം പറയും. ക്രിസ്ത്യൻ തീവ്രവാദികളെ പറ്റി ക്രിസ്ത്യൻ തീവ്രവാദികളെ നിയന്ത്രിക്കണമെന്ന് ക്രിസ്ത്യാനി തന്നെ പറയും. ഈ മുസ്ലിം തീവ്രവാദികളുടെ കാര്യം പറയുമ്പോൾ മുസ്ലിങ്ങൾ മിണ്ടുകല. അതുകൊണ്ടാണ് അവർ നാണക്കിടുന്നത്. അല്ല, അവർ പറയുന്നത് തെറ്റാണ്, തിരുത്തുന്നത് പറയണം, തൻ്റെ ഇടം അവർ കാണിക്കണം. അപ്പോൾ ഇത് നന്നാവും. ഇപ്പോൾ വന്നിരിക്കുക എന്താ? പിണറായി വിജയൻ്റെ ജീവിതം അവരായി. റിയാസ് എന്ന് പറയുന്ന ആളെ പിടിച്ച് മകളെ കെട്ടിച്ചു കൊടുത്തു. അത് എങ്ങനെ കെട്ടി എന്നുള്ള ചരിത്രത്തിൽ അവനൊന്ന് മര്യാദയുടെ മകളല്ലേ, ഒരു സ്ത്രീയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല. കെട്ടി പാട്ടി കെട്ടി കൊടുത്ത് അവനും കെട്ടിയതാണെന്ന് അവൻ പറഞ്ഞു നടക്കുന്നത് എന്തുവാട്ടെ. അത് മുസ്ലിം തീവ്രവാദിയാണെന്ന് പിണറായിക്ക് അറിയാമല്ലോ. അതായത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ് മുഹമ്മദ് റിയാസ്. അയാളുടെ അപ്പൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു, നല്ല മാന്യ ഇടുക്കി കോട്ടയം SP ആയിരുന്നു, കോഴിക്കോട് കമ്മീഷണർ. ആള് കഴിവുള്ള നല്ല ഓഫീസറായിരുന്നു. അയാളുടെ മകൻ ഈ തീവ്രവാദി എന്നുള്ള പിണറായിക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനോട് മകളെ കെട്ടിച്ചു? പിണറായി നിർബന്ധിച്ചാണല്ലോ കെട്ടിച്ചത്. എനിക്ക് പിണറായിയുടെ മകളെ കെട്ടിയ തീരുമെന്ന് പറഞ്ഞാൽ അവൻ ചെറിയ തന്നതല്ലല്ലോ, പിണറായി ബലമായിട്ട് പിടിച്ച് കെട്ടിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു തീവ്രവാദി പെണ്ണെ കെട്ടിച്ചു കൊടുത്ത പിണറായി ഈ മുസ്ലിം തീവ്രവാദത്തെ അനുകൂലിക്കുന്നതാണ് വന്നിരിക്കുന്നത്. അല്ല, അതിലൊരു ചരിത്രമുണ്ട്. ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് രേഖകളെ കടത്തിക്കൊണ്ടായത് റിയാസാണ്. എനിക്ക് അതിലേക്ക് വരിക. അതായത് ഇവനൊരു വെറും ഗുണ്ടയാണ് ഈ റിയാസ് DYFE ആയിരുന്നു, ഗുണ്ടയായിരുന്നു. നന്ദകുമാറിൻ്റെ ആഫീസ് അടിച്ചു ചേർത്ത് മുഴുവൻ, അതായത് ഈ CPM-നെതിരെ ഉണ്ടായിരുന്നു. മാത്രമല്ല കരുണാകരനെ ഉൾപ്പെടെ ഈ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള എല്ലാ റെക്കോർഡുകളും സൂക്ഷിച്ചു വെച്ചിരുന്ന ആളെ നന്ദകുമാർ. ആ സാധനം മുഴുവൻ അടിച്ചു കൊണ്ടുപോയവനാണ്. അതിനുവേണ്ടി നന്ദകുമാറിൻ്റെ ആഫീസ് അടിച്ച് തകർത്തത് അറിയാൻ പാടില്ലേ? നന്ദകുമാർ ഞാൻ പറയണ്ടല്ലോ, അത് റിയാസിന്റെ നേതൃത്വത്തിലല്ല, ഒളിച്ചതെന്നല്ല, അവനെ നേരിട്ടാ ചെയ്തത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിരുന്നു കമല ഇന്റർനാഷണൽ. 75 കോടി രൂപയാണ് സിംഗപ്പൂരിൽ പോയിന്റ് രേഖ കൊണ്ടുപോയത്. ഒന്ന് ആലോചിച്ച്. അപ്പോൾ അവന് തന്നെ പെണ്ണെ കെട്ടിച്ചു കൊടുത്ത് വാർത്ത മനസ്സിലായില്ല. ഇതൊക്കെ പിണറായിക്ക് ബന്ധമുണ്ട്. അത്രയും മോശമായി. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ വന്നിരിക്കുക എന്താ? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആലോചിച്ച്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് മുടക്കോഴി മലയിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. ആ മലയിൽ ഉൾപ്പെട്ടുള്ള മേഖലയിൽ പോലും CPM താഴ്പോയി. പഴയ വോട്ടില്ല. ഇതെവിടെ പോയി? പണ്ട് കാലത്ത് അവിടെ വോട്ട് പിടിക്കാൻ പോലും ആരും പോയാല. BJPക്കാർക്ക് വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്തോലും BJPക്ക് 176 വോട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ വേണം? അതായത് ഇവരുടെ ആ ഗുണ്ടായുസം കൊണ്ട് പേടിച്ച് നിൽക്കുന്നെങ്കിലും ഇപ്പോൾ ജനം ഇവർക്കെതിരായി. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇവർക്കെതിരായ. അത് തന്നെയല്ല, ആ ഒഴുക്ക് BJPയിലേക്കായിട്ടുള്ള മനസ്സിലാക്കണം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടുത്തെ ഈ മുസ്ലിം പ്രീണനത്തിൽ നിൽക്കുന്നുവെന്ന് ജനത്തിന് മനസ്സിലായി. അതാണ് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗം. തൃശ്ശൂർ ക്രിസ്ത്യൻ വിഭാഗം, തൃശ്ശൂർ മാത്രമല്ല ഓൾ കേരള ബേസിൽ നോക്കുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗവും BJPക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊഴിൽ മേഖല നോക്കണം, ഇവിടുത്തെ ഓഫീസുകൾ പരിശോധിക്കും. ഓഫീസിൽ പോലും ന്യൂനപക്ഷ അവകാശം മുഴുവൻ മുസ്ലിമിന്, അല്ലാതെ ക്രിസ്ത്യാനിക്കില്ല, സിഖിനില്ല, പാഴ്സിക്കില്ല. ഈ നില മുന്നോട്ട് പോകുന്നതിന് പിണറായി കൂട്ടി നിൽക്കുക, പാലോളി കമ്മിറ്റിയൊക്കെ ആയിട്ട് നടക്കുക. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ BJPയിലേക്ക് പോകും.
അല്ലാതെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരും മുഴുവൻ നാട് വിട്ടു. കേരളത്തിന് പുറത്തായി ഇപ്പം ആരും ഇല്ലെന്നായി. പിണറായി അത് സന്തോഷിക്കാം, പൊക്കോട്ടെല്ലാം എന്ന് അയാളുടെ മനസ്സിൽ. കാരണം ഇലക്ഷന് വോട്ടില്ലായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ച് കിടക്കുക. അയാൾ പ്രസംഗിച്ച് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എത്ര ഭീകരമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അപകടരഹിതമായിരുന്നു എന്ന് പറഞ്ഞാൽ അപകടമായിരുന്നെങ്കിൽ പോലും ഏറ്റവും കുറച്ച് പീഡനം സഹിച്ചത് കേരളീയരാണ്. ബാക്കി 29 സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളമാണ് പേര്. കാരണം അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി, അതുപോലെ കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. അവർ ഈ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ ചെയ്തെങ്കിലും ഈ ഉത്തരേന്ത്യയിലൊക്കെ നടന്ന പോലെ മുഴുവൻ പിടിച്ചിട്ട് അടിച്ചു പോകുന്നില്ല, വെടിവെച്ച് പോലും ചെയ്തില്ല, വന്ധീകരണം നടത്തിയില്ല. അത് അച്ഛന്മാരെ അവിടെ വിളിച്ച് വന്ധീകരിച്ചു പോരെ. അച്ഛന്മാരെ ഏതായാലും വന്ധീകരിക്കേണ്ട കാര്യമുണ്ടോ? അത്ര വിവരക്കേട് നടന്നു. പക്ഷേ കുഴപ്പമില്ല, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയത്തില്ല. 140 കോടി ജനമുണ്ട് കേരളം. 140 നമ്മൾ കണക്കാക്കി ഇന്ത്യയിൽ. ആ 140 കോടി ജനങ്ങളിൽ 75% ആരാ? ഇപ്പോഴത്തെ യൂത്താ. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനിച്ചവർ. 25% അടിയന്തരാവസ്ഥ കണ്ടവർ ഇപ്പം ജീവിച്ചിരിക്കുന്നുള്ളൂ. 75% മരിച്ചുപോയി. അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തങ്ങളിൽ പെട്ടിരുന്ന ജനത 75% മരിച്ചുപോയി. ഇനി 25 ഉള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസ് പിടിച്ചിരിക്കാൻ, കോൺഗ്രസ് ഈ ചരിത്രം മുഴുവൻ ഇവിടെ ജനങ്ങളെ മുമ്പിൽ എത്തിച്ചാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇവിടെ ഇപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ഈ പിണറായി വിജയനെ ഏറ്റവും അടുത്തറിയുന്ന ആള്, ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഏറ്റവും അടുത്തറിയുന്ന ആൾ, കൂടെ വർക്ക് ചെയ്ത ഒരാൾ, ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അഭിപ്രായം? ഉമ്മൻചാണ്ടി മരിച്ചു, അദ്ദേഹത്തെ ആനയും ആടും എന്ന് പറഞ്ഞാൽ ഒക്കല. ആനയും കൊതുകും തമ്മിലുള്ള വ്യത്യാസം. ഉമ്മൻചാണ്ടി ആനയാണെങ്കിൽ പിണറായി വെറും കൊതുക, അത്ര വ്യത്യാസം. ക്ഷുദ്രജീവിയാണ്. വിശ്വസിക്കുവാനേ പറ്റില്ല. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ശത്രുവിനോട് പോലും ക്ഷമിക്കുകയും സഹാനുഭൂതി പെരുമാറുകയും ചെയ്ത വലിയ മനുഷ്യൻ. ഇത് ശത്രുതയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തുണി വരച്ചിട്ട് ചാടുന്ന പിണറായി വിജയൻ. മൈക്കിനോട് വഴക്കുണ്ടാക്കുന്നത്, മൈക്ക് ഓപ്പറേറ്റർ ചാതന്തയ്ക്ക് വിളിക്കുന്നത്. മാത്രമല്ല താങ്കളായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായ താങ്കളെ പോലീസിനെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെ ചെയ്തെന്ന് ഞാൻ ഓർക്കുക. അങ്ങേർക്കറിയാൻ ഞാൻ നിരപരാധിയാണ്. അതായത് തിരുവിതാംകൂർ ഹൈന്ദവ സമൂഹമുണ്ട് അവിടെ, തിരുവനന്തപുരം ഈ തിരുവിതാംകൂർ ഹിന്ദു മഹാസഭ. അതിൻ്റെ ഒരു സമ്മേളനം, അത് ഓരോ വർഷം ഓരോരുത്തരും ഉദ്ഘാടിപ്പിക്കും. ഒരു വർഷം ഞാൻ ഉദ്ഘാടിച്ചത്. ഭയങ്കര അവിടെ ഒരു പ്രത്യേക ജീനിയസ്, വലിയ ഹൈ ബുദ്ധികൾ മാത്രമുള്ളൊരു സമ്മേളനമാണ്. അപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ ആകെ പറഞ്ഞത്, ഹിന്ദു ഉണരണം. ഇവിടെ ക്രിസ്ത്യൻ പള്ളികളുടെ പണവും വരുമാനവും എല്ലാം നിശ്ചയിക്കുന്നത് ക്രിസ്ത്യൻ വൈദികരും ക്രിസ്ത്യൻ സഭയുമാണ്. മുസ്ലിങ്ങളുടെ മോസ്കും മുസ്ലിങ്ങളുടെ തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഹിന്ദുവിൻ്റെ ക്ഷേത്രവും ഇതെല്ലാം നിൽക്കുന്ന ഗവൺമെൻറ്. അതിൻ്റെ മര്യാദ എന്താണെന്ന് ചോദിച്ചു. ഇത് മാറണം. കാരണം അത് രാജഭരണകാലത്ത് രാജഭരണകാലത്ത് ക്ഷേത്രങ്ങൾ മുഴുവൻ രാജാക്കന്മാരുടേതായിരുന്നു. ആ രാജഭരണം പോയി ജനാധിപത്യം വന്നപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ ജനാധിപത്യ ഗവൺമെൻറ്റിലേക്ക് പോയപ്പോൾ അവരുടെ കയ്യിൽ രാജാക്കന്മാരുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും അങ്ങോട്ട് പോയി. അതായത് ക്ഷേത്രങ്ങളും അവരുടെ കയ്യിലായി. ഇത് മര്യാദയല്ല. ക്ഷേത്രം ഹിന്ദുമത വിശ്വാസത്തിൽ എത്തിച്ചു കൊടുക്കണം. ക്ഷേത്രം ഹിന്ദുമത വിശ്വാസത്തിൽ എത്തിക്കണം. ആ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് നിലപാട് സ്വീകരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ, അത് ചർച്ചയാക്കേ കൊള്ളാവുന്നതാണ്. അതിനകത്ത് ഞാൻ വർഗീയത പറഞ്ഞു. എൻ്റെ പേരെടുത്ത കേസ് എന്താണെന്നറിയോ? ഹിന്ദു വർഗീയത ഉദ്യോഗിപ്പിച്ച് മറ്റ് മതങ്ങളുമായി സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് മതവികാരം വളപ്പെടുത്തി. കേസ് എനിക്ക് രസമല്ല എന്ന് പറയാം. അയാളെ എന്നെ നോട്ടീസ് തന്ന കേസെടുത്ത കോടതി പോയി നിന്നോളാമല്ലോ, എനിക്ക് വിരോധം വല്ലതും ഉണ്ട്. അതിന് രാത്രി മുഴുവൻ ഒരു 10-11 മണി മുതൽ ഈ നാട് മുഴുവൻ നിറച്ച് പോലീസ്. എനിക്ക് ചിരി വന്നു. രാവിലെ ഞാൻ രാത്രി ഒരു ദിവസം
ഒരു 2:30 നോക്കിയപ്പം റോഡ് നിറച്ച് പോലീസുണ്ട്, ഒത്തിരി വണ്ടി പോലീസും എല്ലാം ഉണ്ട്, അവിടെ നിറച്ച് പോലീസ്. ഞാൻ പിന്നെ കിടന്നുറങ്ങി. ഒരു ബെല്ലടി കേട്ടോണ്ട് ഞാൻ ഏറ്റപ്പം നോക്കി വന്നതാണ്. 4:30 ഞാൻ ഏറ്റപ്പം ബെല്ലടിക്കാൻ കേട്ടോണ്ട് ഞാൻ നോക്കിയപ്പം ഈ ഓഫീസർമാരെല്ലാം വിറ്റ് തീർപ്പുണ്ട്. നോക്കുമ്പോൾ തിരുവനന്തപുരം നിന്നുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ. എനിക്കറിയാം ഞാനിതെന്താണ് പാട്. ഞാൻ വേഗം പാല് പറഞ്ഞ് ഇറങ്ങി വന്നു. അപ്പം കയ്യിലും കൊണ്ടും ബനിയനായിട്ടിരിക്കുന്നു, അല്ല ഷർട്ടുണ്ട്. ഞാൻ എന്നെ വിശേഷം ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നു. നമ്മൾ എന്നതിന് ഇങ്ങനെ വികാരം മണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചിരിയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ ഇതാരുടെ നിർബന്ധമാണ്, അല്ല ആരുടെ ഉത്തരവായത്? ഈ അസിസ്റ്റന്റ് കമ്മീഷണറിന് ബുദ്ധിമുട്ട് രാത്രി വരേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ പാതിരാവഴി ഇവിടെ ഉണ്ടല്ലോ, ഇതാര് പറയട്ടെ? അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ പിണറായി പറയട്ടെന്ന് ഇൻഡയറക്റ്റ് പച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ പോയേക്കാം, ഇറങ്ങി മോൻ പോലും കഴിയിട്ടില്ലേ, പോയേക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ പോലീസ് ഓഫീസും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കുളിച്ച് പതുക്കെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെന്ന് പറഞ്ഞ് കയറി കുളിച്ച് ഡ്രൈവറെയൊക്കെ വരുത്തി ഞാൻ അപ്പോൾ ഷോണും ഉണ്ടായിരുന്നു മകൻ. ഞങ്ങൾ പോയി. എന്നെ എന്താ പറയുക, 50 പോലീസ് ജീപ്പുണ്ട് പുറകിൽ ഇതിലും പുറകിലുമായിട്ട് കൊണ്ടുപോകാൻ. എന്തിന്? എനിക്ക് സങ്കടമല്ല, പക്ഷേ രസം എന്നൊരു ഇത് ഈ പോലീസ് വന്നതെല്ലാം നമ്മൾ എങ്ങനെയാണെങ്കിലും പത്രക്കാരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. ഇവിടെ മുതൽ തിരുവനന്തപുരം അവർ കൂടത്തിൽ പോരുക. എൻ്റെ യാത്ര ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല വഴിനീളെ RSകാരും BJPക്കാരും റോഡിലിറങ്ങി. പിന്നെ ഒരു കോൺഗ്രസ്സുകാരും നമ്മളെ സഹായിക്കാൻ വന്നില്ല കേട്ടോ, ചെയ്തിട്ടില്ല. അവർക്കും കൂടി സന്തോഷമായിരിക്കും ഇത്. BJPയുടെ RSന് പ്രവർത്തനം റോഡിൽ. അതാണ് എൻ്റെ BJPയായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കാരണം. അതിനുവേണ്ടി ശബരിമല പ്രശ്നമൊക്കെ ഉണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എന്നെ രസം എന്താണെന്ന് വെച്ചാൽ നേരെ കോടതി കൊടുത്തില്ല. എന്നെ അവങ്ങാർ കൊണ്ടുപോയിട്ട് നേരെ ഇവിടെ നമ്മുടെ പോലീസ് ക്യാമ്പിലിട്ടുണ്ട്. എയർ ക്യാമ്പിൽ ചെന്ന് പെണ്ണുങ്ങളാണ് പോലീസുകാർ, ഒരു 10-100 പോലീസ് ഓഫീസേഴ്സ്, SIമാരും എല്ലാം പോലീസുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്, ആണുങ്ങളുമുണ്ട്. അവരെല്ലാം വന്നു ഒറ്റ വിട്ടുവീഴ്ചയില്ല സാറ് പറഞ്ഞ് സത്യം ഉറച്ചു നിന്നോണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രസംഗം ചാനലുകാർ കാണിച്ചുകൊണ്ടിരിക്കുക. അത് കുറച്ച് ഞങ്ങൾ ആരും എതിരല്ല, ഇതിനെ ഈ മുഖ്യമന്ത്രിക്ക് എന്നാന്ന് അവർ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ് കോടതി ചെന്നു. വൈകുന്നേരം ആവട്ടെ കോടതി ഓരോ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കില്ല. എനിക്ക് ചിരി വരുന്നതല്ല, ആ കോടതിയോടുള്ള ബഹുമാനം എനിക്ക് വലുതാണ്. ആ മജിസ്ട്രേറ്റ് ആരാന്നറിയോ? ലോ അക്കാഡമിയിൽ SFIയുടെ കൗൺസിലറായിരുന്ന ആളാണ് ഇപ്പോഴത്തെ മജിസ്ട്രേറ്റ്, എന്നെ കാര്യമാക്കുന്ന മജിസ്ട്രേറ്റ്. ആ മജിസ്ട്രേറ്റിൻ്റെ ഭർത്താവ് മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ CPMൻ്റെ നേതാവാണ്. ഒന്ന് ആലോചിച്ചാൽ ഇത് മനഃപൂർവ്വം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരത്തിയാകുമ്പോൾ തട്ടിക്കൊള്ളുന്നു. അവർ മജിസ്ട്രേറ്റ് എന്തെങ്കിലും അവർ നിയമം മജിസ്ട്രേറ്റിൻ്റെ കസേര കയറി ഇരുന്നപ്പോൾ അവർ മജിസ്ട്രേറ്റായി. CPMും കോൺഗ്രസും ജനപക്ഷവും BJP ഒന്നുമല്ല അവർ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ട് ചെന്നേ അവർ പോലീസ് വെച്ച് എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. എന്ത് കാര്യം? കേസ് കിട്ടി അവരില്ല, അവർ വായിച്ചു. എന്താ ഇതിനകത്ത് കുഴപ്പം എന്താ? ഞാൻ കേട്ടതാ. എന്നെ പറഞ്ഞു സാർ വേഗം ചില ഉഷി ചേച്ചിയോട് വിഷമിച്ചിരിക്കുക, ചെല്ലാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. ജാമ്യം സണ്ണി ഉണ്ടെന്ന് പറഞ്ഞു. മതി പൊക്കോളാൻ പറഞ്ഞു. എന്നെ വിട്ടു. അത് കഴിഞ്ഞ് വേറൊരു ദിവസം പിന്നെ വീണ്ടും ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. 2. 3ാമത്തെ അറസ്റ്റ് എൻ്റെ പൊന്നു എന്താ പറയുക, എന്തൊരു മര്യാദയുടെ ആലോചിക്കണം. എന്നെ ഈ ഒരു കേസിന് വിളിച്ചിരിക്കുക അവിടെ നമ്മുടെ, അല്ല 2ാമത് കൊച്ചിയിൽ നന്ദകുമാറിൻ്റെ. ഞാൻ അവിടെ പ്രസംഗിച്ച എന്നാന്നറിയാമോ? അവിടെ ഒരു മുസ്ലിമിൻ്റെ കടയുണ്ട്. ആ കടയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനുഷ്യൻ മുഴുവൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന്, ഇത് നന്ദകുമാറിൻ്റെ അമ്മയുടെയാണ് ഈ ക്ഷേത്രം. നന്ദകുമാർ ദല്ലാള് നന്ദകുമാർ അവനെ വിശ്വ തന്തയ്ക്ക് വർക്കാത്രം കാണിച്ചു. പറയാതിരിക്കും നോക്കില്ല. കാരണം എന്താണെന്ന് പറയാം. ഞാനിപ്പോൾ അതിനുശേഷം അവനെ കാണാറില്ല. ഞാൻ ഇവൻ എന്നോട് വൈരാഗ്യമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിന് വൈരാഗ്യം വരെ എന്താ കാര്യം എനിക്കിപ്പോഴും അറിയത്തുമില്ല. ഞാനവിടെ പ്രസംഗിക്കാനായിട്ട് ഏറ്റപ്പോൾ ഞാൻ ഉദ്ഘാടകനാണ്. എൻ്റെ ഈ അമ്മ വിളിച്ചിട്ടേ അവൻ്റെ അമ്മ നേരിട്ട് തന്നെ ഫോണിൽ വിളിക്കുകയായിരുന്നു. ഇവൻ മാത്രമല്ല, അവൻ മനഃപൂർവ്വം വിളിപ്പിച്ച അമ്മയെ കൊണ്ടും കൂടെ ഞാൻ ചെല്ലാൻ നിർബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം.
അപ്പം ഞാൻ പറഞ്ഞ സംസ്കാരമുള്ളവരാണ് ഈ നാടെന്നുള്ള തെളിവാണ് ഈ ക്ഷേത്രവും ആ കാക്കാൻ്റെ പേര് പോയി കാക്കാൻ്റെ കടയും. കാരണം ഇവിടുന്ന് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്ന നല്ല ഹൈന്ദവ ഭക്തവിശ്വാസികൾ മുഴുവൻ ഈ മുസ്ലിം സഹോദരൻ്റെ ചായക്കടയും ചായ കുടിച്ചാൽ പോകുന്നു. ഇതാണ് മതസൗഹാർദ്ദം എന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. എൻ്റെ കേസെടുത്തതെന്നറിയോ, ആ ഹോട്ടലിൽ ഞാൻ തെറി പറഞ്ഞു പറഞ്ഞു. എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രസംഗിക്കാൻ ഏറ്റപ്പം ഈ നന്ദകുമാറിനോടൊന്നൊരു നോട്ട് വെച്ചെൻ്റെ പിന്നെ ആ നോട്ടിൽ മുസ്ലിങ്ങളെ തകർക്കണം എന്ന് പറഞ്ഞ് എഴുതിച്ചിരിക്കുന്നത്. ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അവന് ഇടിവെട്ടിപ്പോവും, അവൻ ചെയ്തിട്ടില്ലെന്നോ. ആ കടലാസ് ഈ കാര്യം ചോദിച്ചു പോലീസിന്റെ അത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അവൻ പിന്നെ എന്നെ ബന്ധപ്പെടാത്ത തന്നെ. ഇപ്പം നന്ദി വേണ്ടേ അവന് മനുഷ്യന്. ഞാൻ ഇവൻ പറഞ്ഞ പോലെ ഇവൻ എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു. ഇവൻ്റെ കൂടെ നോട്ട് വെക്കുക എഴുതിയിരിക്കുക പ്രസംഗിക്കാൻ. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എൻ്റെ മനസ്സാക്ഷി വെച്ച് നല്ല മാന്യമായിട്ട് സംസാരിച്ച് അമ്മയോട് സ്നേഹവും പറഞ്ഞ് ഞാനിങ്ങ് പോയി. കമ്മീഷനെ വിളിച്ചു. കേസ് വിളിച്ചപ്പം അവിടുത്തെ തൃക്കാക്കര ഇലക്ഷൻ നടക്കും. ആയിരക്കണക്കിന് ആളുകളും കൂടി. നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ഉൾപ്പെടെ BJPയുടെ വലിയ നേതാക്കന്മാരെല്ലാം രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും വന്നു. പ്രശ്നമായി പോലീസിന്. ചോദിച്ചപ്പോൾ എന്നെ ഒരു കുറ്റമില്ല. അപ്പോഴേക്കും തിരുവനന്തപുരത്തെ കേസിലാണ് അത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് തിരുവനന്തപുരത്ത് നിന്ന് 2 വണ്ടി പോലീസ് വന്നിരിക്കുന്നു. അപ്പോൾ കമ്മീഷണർ പറഞ്ഞു നമുക്ക് വിട്ടേക്കാൻ പറഞ്ഞ് അവിടെ പൊക്കോളാൻ പറഞ്ഞതാണ്. അപ്പോഴേക്കും ഇവരെല്ലാം ഉണ്ട്. അപ്പോഴേക്കും ഇവർ തിരുവനന്തപുരം പോലീസ് ഞങ്ങൾക്ക് കിട്ടണം, അവിടെ നിന്ന് ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ എവിടെയോ പ്രസംഗിച്ചെന്നും പറഞ്ഞ് ഞാൻ മറന്നത്. അപ്പോൾ ഞാൻ പറയും സാരമില്ല, പോയേക്കാം, ഞാൻ വരാൻ പോകും. അപ്പോൾ വിടുകയാണ് നാട്ടുകാർ. എന്തിനാണ് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. BJPയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരല്ലേ, സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഒന്നിരിക്കില്ല. ഞാൻ അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഉറപ്പാണ് മൂളി എന്നുള്ള നിർദ്ദേശമാണ്, നമ്മൾ ഉദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞ് ഇവരോട് നല്ല വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെ കയറി എന്നെ കൊണ്ടുപോവുകയാണ്. ഇത്രയും സ്പീഡിൽ വണ്ടിയെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. 2.5 മണിക്കൂർ എടുത്തില്ല തൃക്കാക്കര തിരുവനന്തപുരത്തിന് 2.5 മണിക്കൂർ. എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല പോക്ക്. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്ന് എനിക്ക് ഇന്നോവ കാറെ തന്നെയാണ് ഞാൻ പിന്നെ ജീപ്പാണ് പോകുന്നത്. എങ്ങനെ പോകുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പോലീസ് ഈ 5-8-10 വണ്ടി പോലീസ് ഇങ്ങനെ ഒരുപോലെ ഈ സ്പീഡിൽ പോരുക എങ്ങനെ ഇമാർ വന്നു എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ വണ്ടി പോയിട്ട് കൊല്ലത്ത് വെച്ച് ഒറ്റ ഇടിയ ഒരാക്കിട്ട് കളുകൂടിനാണ് തെറിച്ച് അവനങ്ങ് പോയി. ഞാൻ നിർത്താൻ പറഞ്ഞു, ഞാൻ ആഴ്ചത്തിലായിട്ട് പോയാൽ മതി എന്ന്. നിർത്താതിരിക്കാൻ പറ്റുമോ? ഞാൻ മടി ചാടുന്നായി. ഉടനെ നമ്മുടെ വണ്ടിയിലും പോലീസ് ഇവിടെ വയർലെസ് ഉണ്ട്. അവർ സംസാരിച്ചപ്പോൾ ആശുപത്രിയിലാക്കി മരിക്കുകയില്ലെന്ന് പറഞ്ഞു. ആശുപത്രി എന്ന് ഞാൻ ഡോക്ടറോട് സംസാരിക്കുന്നു. ഡോക്ടറെ സംസാരിച്ച് കുഴപ്പമില്ല, മരിക്കാമെന്ന് പറഞ്ഞു. കള്ളായി പറയാൻ കൊള്ളുക. മുസൽമാൻ കള്ളടിച്ചതായിരുന്നു, പിന്നെ എങ്ങനെ കുഴപ്പം ചിരിക്കാൻ. ഈ പിഴയായാൽ എന്ത് ചെയ്യും? വണ്ടി അടിച്ച് തെറിച്ചു പോയാലൊന്നും പറ്റിയില്ല. ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇങ്ങനെ കോടതി കൊണ്ടുപോകാം. കോടതി കൊണ്ടുപോയി അവരുദ്ദേശിച്ചിരുന്നത് എന്നെ ഈ റിമാൻഡ് ചെയ്ത് കിട്ടണം എന്നുള്ളതായിരുന്നു അവിടെ പ്ലാനിങ്. ഒരു ദിവസം ജയിലിൽ കിടന്നില്ല. അതെ. അപ്പം അവർക്ക് വീട്ടിലെവിടെ ആരാക്കിയിരിക്കുന്നത്, ഗവൺമെൻറ് വക്കീലില്ല കേൾക്കാൻ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ, രാത്രിയല്ലേ. അപ്പോൾ അവർ പറഞ്ഞു നാളെ ആയരാക്കാൻ പറഞ്ഞ് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ അപ്പോഴത്തേക്കിനെ പിറ്റേ ഹൈക്കോടതി കൊടുക്കാൻ പോകും നമ്മൾ. എന്നെ നേരെ തിരുവനന്തപുരത്ത് ഈ ജില്ലാ ജയിലിലേക്കാണ് ഉണ്ടായി. ജില്ലാ ജയിലിൽ ചെന്നപ്പോൾ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ, ചുമ്മാ വലിയ ഹോളാണ്, അതിനകത്ത് കിടക്കേണ്ടി വരും, നമുക്ക് ഈ ഇച്ചിരി പനിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ എന്നെങ്കിലും നമുക്ക് സെൻട്രയിലാണ് ആശുപത്രി ഉണ്ടെന്ന് തോന്നുന്നു, അന്ന് അങ്ങോട്ട് പോയേക്കാൻ തോന്നുന്നു. ഉടനെ ഡോക്ടർമാരെല്ലാം വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ശരിയുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം എഴുതി സെൻട്രയിലുണ്ടാക്കി. ഞാൻ അവിടെ ചെന്നപ്പം ഒരു 10-20 പാവങ്ങൾ കിടപ്പുണ്ട് കൂടത്തിൽ ഞാനും. അങ്ങനെ എനിക്കൊരു മുറിയും തന്നു.
അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം എല്ലാം പൈയും കട്ടിലുമൊക്കെ തന്നു, തലേനൊക്കെ തന്നു കേട്ടോ, ഒരു മാന്യമായി ഇടപെട്ടു. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫാദർ ഈ എന്നാ കേസ് നമ്മുടെ അഭയ കേസിൻ്റെ അങ്ങേര് കരഞ്ഞു പിടിച്ചോടെ അങ്ങേരെ കണ്ടത് കഴിഞ്ഞ് ഞാൻ മുഴുവൻ പേരെ രോഗികളെ കണ്ടപ്പോൾ എൻ്റെ പൊന്ന് കണ്ടു സങ്കടം തോന്നി. ഈ ഓക്സിജൻ കൊടുത്ത് വെച്ചിങ്ങനെ മരിക്കാറായി കിടക്കുക, അവൻ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. എന്തിന്? അവരെ ജയിലിൽ ശിക്ഷയാണ്. ശിക്ഷയ്ക്ക് വിധിച്ചാൽ ഇതുപോലെ മറ്റുള്ള മക്കളുടെ അടുത്ത് വിടാൻ പാടില്ല. ഇതിന് ഇവിടുന്ന് ശരിയല്ലേ? ഞാൻ അന്ന് ഒരു 6 മണിയായപ്പോൾ ഹൈക്കോടതി ജാമ്യം കിട്ടി ഇറങ്ങി. പത്രക്കാരുടെ ഞാൻ 10 വർത്തമാനം ചോനങ്ങ് പറഞ്ഞു. 2-ാം പക്കം ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ ഇട്ടു അവരെല്ലാം റിലീസ് ചെയ്യാൻ. അങ്ങനെ പാവങ്ങളെ ഒരു ദിവസം ദൈവം നമ്പറെ എന്നെ മലപ്പുറം ജയിലിൽ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് പാവങ്ങളെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത അറസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് കമ്മീഷൻ വിളിച്ച് ഇങ്ങനെ ഒരു കേസുണ്ട്, ഒന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കണം. വരാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാനങ്ങനെ തിരുവനന്തപുരത്ത് രാവിലെ ഞാൻ ചെല്ലുന്നത്. ഒരു 100 ചോദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുക അവരെ. ചോദ്യം എല്ലാം ചോദിച്ചു. ഓരോന്ന് ഞാൻ ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ഇതിനകത്ത് ഒരു കുറ്റം കാണുന്നില്ല. എന്നെ കേസ് എന്താന്ന് ചോദ്യം ചെയ്ത് ഓഫീസേഴ്സെല്ലാം ചോദിച്ചു. എന്നെ കേസ് എന്നെ കേസ് ഉത്തരമെല്ലാം കറക്റ്റാണ് എന്ന് പൊക്കോളാൻ പറഞ്ഞോളൂ. ഇന്ന് പോയേക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു 4-5 മിനിറ്റ് പോലീസ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പം ചോദിച്ചപ്പം തലേ രാത്രിക്ക് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ സരിത ഏതാണ്ട് കാണിച്ചെന്നും പറഞ്ഞ കേസ്. ഓ എനിക്ക് ചിരി വന്നു. അപ്പോൾ ആ പോലീസ് ഓഫീസർമാർ പറഞ്ഞു അതെങ്ങനെ പുള്ളി ഈരാറ്റുപേട്ടയാണല്ലോ ഇന്നലെ രാത്രി, പിന്നെ എങ്ങനെ ഇത് നടക്കും, എന്ത് കേസായിരുന്നു അവർ തന്നെ പറഞ്ഞു. അതാ രസം. അപ്പം ഞാൻ ഈ പോലീസ് വന്നവർ പറഞ്ഞു വേണ്ടാത്ത ഒന്നും പറയണ്ട, മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അതെ, പിണറായിയുടെ സ്ട്രിക്റ്റ് നിർദ്ദേശമാണ്. സജി ആയിരിക്കും അവിടെ ഇതൊക്കെ ചെയ്യുന്നത്, ആർക്കറിയാം. ഏതായാലും ഞാൻ പോയേക്കാം. പോയി എൻ്റെ രക്തപരിശോധന, എൻ്റെ പരിശോധന എല്ലാം പരിശോധന എല്ലാം കഴിഞ്ഞ് കോടതി ഹാജരാക്കി. കോടതിയിലാക്കാൻ അങ്ങനെ ആരാക്കിയില്ല. കോടതി 4 മണിക്ക് പിരിഞ്ഞല്ലോ, വീട്ടിൽ ഹാജരാക്കാൻ പറ്റും. അപ്പം മജിസ്ട്രേറ്റ് പറഞ്ഞു എൻ്റെ വീട്ടിൽ ഹാജരാക്കണ്ട, ബെഞ്ചിൽ ഹാജരാക്കാൻ പറഞ്ഞു. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അവർ ഭയങ്കര സ്ട്രോങ് മജിസ്ട്രേറ്റാണ്. എൻ്റെ എന്തും പറയാം, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അസാധ്യ സ്ത്രീയാണ്, ആരെയും മൈൻഡ് ചെയ്യില്ല. അവിടെ വക്കീലന്മാർ മുഴുവൻ കൊടുക്കും. എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നെ പോക്ക ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അത്ര സ്ട്രിക്റ്റാണ് മജിസ്ട്രേറ്റ്. ഒരു വക്കീലന്മാരൊന്നും കയറി സംസാരിക്കില്ല, ഇഷ്ടപ്പെടുകയില്ല. അപ്പം നമ്മുടെ വക്കീല് BJPയുടെ നേതാവായിട്ടുള്ള നമ്മുടെ ശാസ്തമംഗലം അജിത് കുമാറാണ്. ശാസ്തമംഗലം അജിത് കുമാറാണ് എൻ്റെ വക്കീല്. പോയില്ലേ, പുള്ളി എന്നോട് പറഞ്ഞു സാറേ ഒരു 6-7 ദിവസം കിടക്കാൻ തീരുമാനിച്ചു, ഞാൻ ഹൈക്കോടതിയിൽ ജാമ്യം മേടിച്ചോളാം. 6-7 ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ ഹൈക്കോടതിയിൽ. ഞാൻ പറഞ്ഞു ഒരു ദിവസം കിടക്കേണ്ടത്, എൻ്റെ നീതിയുണ്ട്, എന്നെ കിടത്തുകയായിരുന്നു. അപ്പോൾ അജിത് കുമാർ പറഞ്ഞു എങ്ങനെ ഈ മൈസൂരോട് സംസാരിക്കും, അത് സംസാരിക്കാനിരിക്കല. വന്ന കേസ് കമ്മിറ്റിയില്ലേ ഇത്, കേസ് ഇതല്ലേ ബലാത്സംഗമല്ലേ, 376 ആകുമ്പം സെഷൻ കോടതി കേസ്. അപ്പോൾ ഇവർക്ക് ജാമ്യത്തിന് അവകാശമില്ല. അപ്പോൾ അല്ലെങ്കിൽ അവരതിനെപ്പറ്റി അവരോട് മിണ്ടാൻ പോലും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് കൃത്യം 7 മണിക്ക് ബെഞ്ചിൽ പറഞ്ഞ സമയത്ത് അവർ കേഞ്ച കയറി റിമാൻഡ് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇരിക്കുക. ഐ എം സോറി, റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോട് ചോദ്യം ചോദിക്കണം, നിയമമാണ്. പോലീസ് ഹരാസ്മെൻ്റ് ഉണ്ടായോ? എൻ്റെ കോടതിയുടെ നിയമമാണെന്ന്. ഞാൻ ഇതുമായിട്ട് കോടതി എൻ്റെ അപേക്ഷ, ഞാൻ ഒരു പോലീസ് ഹരാസ്മെൻ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു മാന്യത കുറവും എന്നോട് ഇവരാരും കാണിച്ചില്ല, പോലീസുകാരും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പരാതിയേ ഇല്ല, ഒരു പരാതിയും പറയാൻ എൻ്റെ മനസാക്ഷി സമ്മതിക്കാനെന്ന് പറഞ്ഞു. ശരി അല്ല, എനിക്കൊരു സങ്കടം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ്. ഇവരുടെ കോടതി പാതിരായിക്ക് ഇൻ്റെ അടുത്ത് കയറാകുമ്പോൾ ഞാൻ കയറേക്കാം, എപ്പോൾ വേണേ വന്നേക്കാം, എനിക്ക് ജാമ്യം തന്നു, എനിക്ക് വീട്ടിൽ പോകാനെ അനുവദിക്കണം, കാരണം ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണ്, ഒരു കള്ളക്കേസാണിത്, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ കുറച്ചാൽ നോക്കിയിരുന്നു.
അപ്പോഴത്തെ അജിത് കുമാർ കേട്ടു. മൈലോടെന്നും പറഞ്ഞ് പുള്ളിയെ കൊടുത്ത് തുടങ്ങി. അവളതിരുന്ന് മുഴുവൻ കേട്ടു. സാധനം മിണ്ടിക്കുന്നതല്ല. വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഇറങ്ങിയെന്ന് പോയി. ഇറങ്ങിയപ്പോൾ വക്കീലന്മാർ ഒരു 10-20 വക്കീലന്മാർ കൂടിയിട്ടുണ്ടേ. PC ജോർജ് അതേ പോലെ പെണ്ണേസില് അതെ, അതാണല്ലോ വരുന്നത്. എന്നാണ് ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അവർ ഇറങ്ങിപ്പോയല്ലോ. റിമാൻഡ് ആണ് ചുമ്മാ അങ്ങ് എഴുതിയാൽ പോരെ. അവർ ഇറങ്ങിപ്പോയും ജഡ്ജ്മെൻറ്റ് എഴുതാനാണല്ലോ. പ്രശ്നമായില്ലേ. 1 മണിക്കൂർ കഴിഞ്ഞാൽ വന്നത്. അവരെ ഞാൻ അന്വേഷിച്ച പിന്നെ അറിഞ്ഞ കേട്ടോ മകനെ. അവർക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ, സുപ്രീം കോടതി ജഡ്ജി ഇവർക്ക് ഉണ്ടല്ലോ. അവരൊക്കെ പുള്ളി ബന്ധപ്പെട്ട്, കാരണം ഈ 376 ജാമ്യം കൊടുത്തിട്ടില്ല മജിസ്ട്രേറ്റ്. ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് ജാമ്യം തന്നു എനിക്ക്, ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യം. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. താങ്കൾ ഉമ്മൻചാണ്ടിയോട് അവസാനം തെറ്റി, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു സമീപനം ഉണ്ടായില്ല. അതേസമയത്ത് പിണറായി വിജയനുമായിട്ട് താങ്കൾ തെറ്റിപ്പോൾ അദ്ദേഹം ലാവ്ലിംഗ് കേസ് അടക്കം താങ്കളുടെ ഭാഗത്ത് നിന്ന്, മാത്രമല്ല കോഴിക്കോട് എന്നെ ഓഫീസ് ആക്രമിച്ച സമയത്ത് താങ്കൾ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഓടിച്ചെല്ലുകയും അന്ന് ആ റിയാസ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യും, 35 ദിവസം ജയിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളെ എല്ലാത്തരം ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിട്ടും താങ്കളെ വേട്ടയാടി എന്ന്. അപ്പൊ ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സംഭവിച്ചു. അതോടൊപ്പം അവരുടെ മനോനിലയല്ല, ഒരു മാനസിക തെറ്റിയ ഒരു ശുംഭനായിട്ട് കൂട്ടിയാൽ മതി പിണറായി. ഒരു ക്രൂരനായ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. ശത്രുതയിലേക്ക് ഞാൻ മൈക്ക് പ്രസംഗം ഒരു ഓൺ ചെയ്തു. മുഖ്യമന്ത്രി ആയ വിളിച്ച് സൗണ്ട് കൂടി വെച്ചതാണ്. അവനെ തെറി പറഞ്ഞില്ലേ അഴിമതിയുടെ കാര്യത്തിൽ കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ പലരും കൈക്കൂലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ പിണറായിയെപ്പോലെ പണം ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇങ്ങനെയിടയിൽ എത്ര കോടി രൂപ ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിണറായി അമേരിക്കയിൽ പോന്നു. ഞാൻ നേരത്തെ 25,000 കോടി മേധയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ 20,000 കോടി മുകളിലെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വിശ്വാസമാണ് പറഞ്ഞു. ഞാൻ പറയാൻ കേട്ടോ, ഏത് കാര്യത്തിനും കൈക്കൂലി കൊടുക്കണമില്ല. അങ്ങനെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകണം. നാണക്കേടല്ലേ. പുള്ളി ഈ റൗഡികളെ വളർത്തി എവിടെ പോയി. ഇപ്പം DYFI എന്ന് പറയുന്ന സംഘടന എത്രയോ കോഴിക്കോട് ഒന്ന് ആലോചിച്ച് ഒന്നും പറയാം, ഏറ്റവും മാന്യമായ യുവജന സംഘടനയായിരുന്നു DYFI. നിഷേധിക്കാൻ പറ്റില്ല. DYFIയുടെ എല്ലാ നേതാക്കന്മാരുമായിട്ട് എത്ര ബന്ധം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുക. വളരെ ആദർശത്തിലുള്ള ചെറുപ്പക്കാർ പിള്ളേരുടെ പാർട്ടിയായിരുന്നു DYFI. അതെവിടെ പോയിരുന്നു? അത് മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും കൈക്കൂലിക്കാരുമായി മാറിയില്ലേ. പിണറായി ചെയ്തത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഈ അഴിമതിയേക്കാൾ വലുത് വളർന്നു വന്ന SFI DYFI ചെറുപ്പക്കാർ പിള്ളേരെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ മാറ്റുക എന്ന അക്രമികളൊക്കെ മാറ്റി. ഒന്നും അത് എത്ര സംഘർഷമാണ്. എന്തൊരു വൃത്തികെട്ട നടപടിയാണ്. MLAയുടെ കാറ് പോയപ്പം പിന്നെ തടഞ്ഞവനെ എടുത്തിട്ടടിക്കുക. ആ തടഞ്ഞോട്ട് 1-2 കൊടുത്താലും മതി, എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു MLA വന്നപ്പം അവിടെ കാറ് ബ്ലോക്ക് ചെയ്തിട്ടെന്ന് വെച്ചാൽ മര്യാദ കാണിച്ചത്. എല്ലാവരും MLAയുടെ കാറ് ബ്ലോക്ക് ചെയ്തില്ലെന്നൊക്കെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അന്വേഷിച്ചു. മര്യാദ അവന് ഏതവനാണെങ്കിലും ഒരു MLA അല്ലേ കാർ ഓടിച്ച് പോകണ്ടേ, പുറത്തുനിന്നല്ലേ. അത് മിന്നിട്ട് തടഞ്ഞ് തെറ്റിപ്പോയി. അതിന് ഒരെണ്ണം കൊടുത്താൽ മതി. ഇതുപോലെ ഭാര്യയുടെ മെന്നു വെച്ച് അപമാനിക്കണം. ഒരു കുത്തു കൊടുത്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ. അത് നിർത്തണമായിരുന്നേനെ പറയുന്നത്. പക്ഷെ അത് പോയിട്ട് ഒരു ഗുണ്ടാപ്പടയായി മാറി. ഈ ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളുടെ ഭയങ്കര ആദരവ് കിട്ടി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അവസാനം പിണറായി വിജയൻ്റെ സ്ഥിതി എന്തായിരിക്കും? പിണറായി വിജയൻ്റെ സ്ഥിതി എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഈ പിണറായിയുടെ കേരള യാത്ര നോക്കിയാൽ പോയി ഏതെങ്കിലും സ്ഥലത്ത് കരിക്കുഴിയില്ലാതെ പോയോ? മാത്രമല്ല സാധാരണ ജനങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈള് വലിയ ആരവത്തോടെ പോലീസിൻ്റെ പട്ടാളത്തിൽ ഏത് ആ ബസ് എന്തായിരുന്നു? ബസ്സെ കറങ്ങുന്ന കസേര ഇരിക്കുക അയാൾ. എന്തിനാണെന്നറിയാം? മന്ത്രിമാരെല്ലാം പുറകെ ഇരിപ്പുണ്ട്. അവന്മാർക്ക് ഇറങ്ങുന്ന കസേരയില്ല. അവന്മാരെ ഒന്ന് പരിശോധിക്കാനായിട്ടാണ് പുള്ളിയെ അത് നോക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി കീഴിൽ ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിയുള്ള പറയും ജോലി ചെയ്യുന്ന മന്ത്രി? ആകെ റവന്യൂ മന്ത്രി മാത്രമേ ഇടയ്ക്കുമ്പോഴും വല്ലതും പറയുന്നത്. പക്ഷെ അവനെയും പേടിപ്പിച്ച് ഞാൻ അവിടെ കുറെ കാപ്പ അങ്ങനെയുള്ള ഗുണ്ടകളെയൊക്കെ ചേർത്തിട്ടുണ്ട് പാർട്ടിയിലേക്ക്. ഞാൻ കൂട്ടുന്നില്ല. ഞാൻ ഈ വീണ ജോർജിനെ പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത്.
ഇതിനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി വെച്ച് പിണറായിക്ക് മേൽ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച്. ഒരൊറ്റ ഉദാഹരണം പറയും. ഇവിടെ മുണ്ടക്കയത്ത് ഇടതുപക്ഷ ഭരണത്തിൽ തന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ 5 നില കെട്ടിടം പണിത് എയർ കണ്ടീഷൻ വാർഡുണ്ടാക്കി, എയർ കണ്ടീഷൻ പ്രസവമുറി ഉണ്ടാക്കി. അത്ര 7 ഡോക്ടർമാരാണ്. അത് ഉദ്ഘാടനം ചെയ്ത് തരാമെന്നറിയോ? പഴയ മന്ത്രി നമ്മുടെ നമ്മുടെ ശൈലജ ടീച്ചർ. അവർ മാന്യത കാണിച്ചു. ആ സ്ഥാനത്ത് ഇപ്പോൾ എത്ര ഈ പെണ്ണുമ്പിള്ള മന്ത്രിയായതാണ്. ഒരു ഡോക്ടർ ഉച്ചവരെ തീർന്നു. രോഗികളുമില്ല, കൂട്ടിക്കെട്ടി കിടക്കുക. ഇത്രയും വലിയ കിട്ടും. ഇതിനൊക്കെ എന്നതാ ചെയ്യുന്നത്? ആശുപത്രി മുഴുവൻ തീർന്നു, അറിയാമോ? ഇതുപോലെ സാംക്രമികവും പടർന്നു വെച്ച് കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതിലും കടുക്കി അതിൻ്റെ പേര് മറന്നുപോയി. ലോകത്തുനിന്ന് ശാസ്ത്രലോകം മുഴുവൻ കൂടി ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കിയ ഒരു രോഗാണുണ്ട്. ആ രോഗാണുവിന് ഇപ്പം കേരളത്തിൽ കണ്ടു കിട്ടി, അറിഞ്ഞു? പത്രത്തിൽ വാർത്തയാണ്. ആ രോഗാണു ലോകത്താദ്യമായിട്ട് വന്നിരിക്കുക ഇവിടെ കേരളത്തിൽ. അത് അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പുറകെ ലോകം മുഴുവൻ ഇല്ലാതാക്കിയത് ഇവിടെ തുടങ്ങിയിരിക്കും. ഒന്ന് ആലോചിച്ച്. അവരുടെ പ്രധാന പണി ഞായറാഴ്ച ഭർത്താവും ഭാര്യയും കൂടെ അവിടെ മരുന്ന് കമ്പനികൾ ഏജന്റുമാരെ ചർച്ച ചെയ്യുക, കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഞാനൊന്നും ഇതിപ്പോൾ അപമാനം പറയാനില്ല. അവർക്ക് എന്തും ചെയ്യാൻ പിണറായിയുടെ പരിപൂർണ്ണ പിന്തുണയുണ്ട്. അത് കുറ്റം പറയുന്നത് ഈ പെണ്ണുങ്ങൾ വെച്ച സുന്ദരികളാണെങ്കിൽ ആണുങ്ങൾ സ്വാഭാവികവും ക്ഷമിച്ചേക്കും. അതിപ്പോൾ എൻ്റെ അടുത്ത് പോയി സുന്ദരി എന്ന് പറഞ്ഞ് ഞാൻ പോട്ടം നോക്കും. മനസ്സിലായി? അപ്പോൾ പിണറായി ശൈലജ ടീച്ചർ സുന്ദരി അല്ലാത്തതുകൊണ്ടാണ്. അതെ, അത് ഞാൻ പറഞ്ഞത്. അത് ഞാൻ മറ്റർത്ഥത്തിൽ എടുക്കണം. മനസ്സിലായി? സ്വാഭാവികമാണ്. അതിങ്ങനെ ഞാൻ ഈ ചക്കരപ്പണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസായിട്ട് കൂട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പം കേരളത്തിലെ ഈ ഇലക്ഷനിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ടായി. അത് തുടർന്നിട്ട് എത്രമാത്രം ഇവിടെ BJP വരാൻ സാധ്യതയുണ്ട്? യാതൊരു സംശയമില്ലാതെ പറഞ്ഞേക്കാം. 2026 ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും. എഴുതിയിട്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നു. 2029 മോദിജി പറഞ്ഞതനുസരിച്ച് ഇലക്ഷൻ നടക്കാൻ പോവാം. ഒരുമിച്ച് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ജില്ലാ പഞ്ചായത്ത് എല്ലാം ഒരുമിച്ച് നടക്കാം. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് കേരളം ഭരിക്കും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ PC ജോർജ് ആക്ച്വലി ഫൈറ്റ് ചെയ്തിട്ടുള്ള പിണറായി വിജയനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, ക്യാമറ തട്ടിപ്പ്, നിരവധി തട്ടിപ്പുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് വരെ ലാവലിംഗ് കേസ് 8 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ 60 തവണയോളം മാറ്റിവെച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പം ലാസ്റ്റ് ഒന്ന് മാസപ്പടി വിവാദത്തിലടക്കം ഒന്ന് തൊട്ട് നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിനകത്ത് 2 തിങ്കിങ് ഉണ്ട്. കോൺഗ്രസ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ശത്രു. അവരില്ലാതാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. കോൺഗ്രസ് തീർന്നു കഴിഞ്ഞാൽ പിണറായി ഒന്ന് ഞെരടിയ ചത്തോളും. നിസ്സാരമായി CPM തകർക്കാം. അത് തന്നെയല്ല, പിണറായി ഇരിക്കും തോറും CPM ഇല്ലാതാകും. ഇപ്പം CPM നിന്ന് ആളുകൾ എത്രയോ ആളുകളാണ് BJPക്ക് ചേരുന്നത്, കോൺഗ്രസിൽ നിന്നും ചേരുന്നുണ്ട്. അപ്പം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നാണ് മെയിൻ. ആ ഒരു ചിന്താഗതി ഇതിനകത്ത് ഈ BJPയുടെ ഒരു പൊതു ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ആനുകൂല്യം പിണറായി വിജയന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആരോപണം. പക്ഷെ ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ ജയിലിൽ പോകും. അതിന് സംശയമൊന്നും വേണ്ട. അതിന് സമയം എപ്പം നോക്കിയിരുന്നാൽ മതി. താങ്കളുടെ മകനാണെന്ന് തെളിയിച്ചുള്ള കേസ് SFIO കേസ്. കാരണം താങ്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിന് പ്രതികാരം തീർക്കുകയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് എത്രമാത്രം വിജയിക്കും? വിജയിച്ചല്ലോ, ജനങ്ങളുടെ മുമ്പ് വിജയിച്ചു. പക്ഷെ ഇതുവരെ അദ്ദേഹത്തെ തൊട്ടില്ല. അതല്ലേ, തൊടാതിരിക്കാൻ പറ്റുകയല്ലോ. ആ നിയമത്തിന് മുമ്പിൽ ഇപ്പോഴും കോടതി കിടക്കല്ലേ. വളരെ ക്ലീൻ കേസാണ്. അതിൽ പിണറായിയും മകളുടെ കെട്ടിയും ഒക്കെ അകത്തു പോകാതിരിക്കാനേ പറ്റുകയില്ല. എന്ത് കാണിച്ചാലും അതിനിപ്പം മരിച്ചു പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? പോകും. ഏതായാലും സെക്രട്ടേറിയറ്റ് നമ്മുടെ സെൻട്രൽ ജയിലിലൊരു വാർഡ് ഇവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കേണ്ടി വരും. വാർഡ് ഉണ്ടല്ലോ, പഴയ പിള്ളേ പിടിച്ചിട്ട് വാർഡുണ്ട്. പാവപ്പെട്ട പിള്ളേ കേരള കോൺഗ്രസിൻ്റെ വലിയ മാന്യന്മാരിലാണ് കൈക്കൂലി മേടിച്ച് പിള്ളേരുടെ തലേ കൊണ്ട് വെച്ചു. പിള്ളേ 5 പൈസ മേടിച്ചില്ല, എനിക്കറിയാം. ഞാൻ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. 5 പൈസ അതിനകത്ത് പിള്ളേക്ക് കിട്ടിയിട്ടില്ല. പാവപ്പെട്ട പിള്ളേ പിടിച്ച് ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഇവന്മാരാണ് ജയിലിൽ കിടക്കുക. എല്ലാം ഞാൻ പേരൊന്നും ആരുടെയും പറയുന്നില്ല, എല്ലാവരും ഉണ്ട്.
ആ പിള്ള കിടന്ന മുറിയുണ്ടെന്നേ അവിടെ, ആ മുറിയിലോട്ട് ഈ പിണറായി വിജയനെ കെട്ടി കിടത്താൻ നമ്മൾ ബാലകൃഷ്ണപിള്ള കിടന്നാൽ നല്ല സുഖമാണ് അവിടെ കിടന്നോട്ടെ കിടക്കും. അങ്ങനെ ഒരു സംഭവം നടക്കും. നടക്കും. അദ്ദേഹത്തിന് 79 വയസ്സായി. 79 വയസ്സൊന്നും പിണറായി അല്ലേ, 79 ഒത്തിരി ഇടിമേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ രോഗങ്ങളുമുള്ള ആളാണ്. അത് പോസ്റ്റൽ ക്യാൻസർ ഉണ്ട് പുള്ളിക്ക്. അതിനാണല്ലോ പുള്ളി ആഴ്ചയിൽ അമേരിക്കയിൽ പോകുന്നത്. 2 കാര്യമുണ്ട്. പോസ്റ്റൽ ക്യാൻസർ അമേരിക്കയിൽ പോകും, അതിനാണ് പോകുന്നത്. ഏതാണ്ട് പുള്ളി ദുബായ് ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ കറങ്ങി വരുള്ളൂ. 6 രാജ്യങ്ങളിൽ വിവിധ മേഖലയിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യം. അതുപോലെ ഇപ്പം അടുത്ത ഷോൺ ജോർജ് പറഞ്ഞല്ലോ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ്. അതൊക്കെ അവൻ പറഞ്ഞു, അതിലേക്ക് കിടക്കുന്ന അറിയാമല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമല്ലേ, വേദനിക്കല്ലേ, അവരുടെ സിറ്റിംഗ് MP രാജ്യസഭയിൽ ഇലക്ഷൻ വന്നപ്പോൾ ഇത്രയും ഭൂരിപക്ഷമുള്ള CPM MLA മാത്രമുണ്ട്, ഒരു MP ഉണ്ട്, ആരുടെ അവതാരം വേണ്ട. ആ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തു. എങ്ങനെ കൊടുത്തു? അത് എന്തുകൊണ്ടാണ്? എന്ത് കൊടുത്തു? അതാണ് എന്റെ ചോദ്യം. അങ്ങ് കേരള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു. പറയാം. അതിനെപ്പറ്റി ആദ്യം പുറത്തു വന്ന് 2 കോടി രൂപ കൊടുത്തുന്നത്. കഴിഞ്ഞ വർഷം മാണി ഗ്രൂപ്പിന്റെ ചില ആളുകൾ എന്നോട് പറഞ്ഞത് 5 കോടി രൂപ കൊടുത്തു. മനസ്സിലായി? അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സീറ്റ് ജോസ് കെ മാണിക്ക് എന്ത് 10 വോട്ടുള്ളവർ ആണേ വേണ്ടില്ല, പാലായി പോലും ജയിക്കുകയല്ല. മാണിക്ക് പാലായി പോലും ജയിക്കാൻ പറ്റില്ലല്ലോ. എവിടെ ഇരിക്കുന്ന ഈ സാധനം? ഈ കേരള കോൺഗ്രസ് ഇനി എത്ര കാലം ഉണ്ടാവും? അത് തീർന്നു പോയി. ഈ 26 കഴിയുമ്പോൾ തീർന്നു പോകും, കാണുക. സമ്പൂർണ്ണമായിട്ട് കേരള കോൺഗ്രസ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് തീർന്നു പോയി, ഇനി കാണുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച PC ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു, അതേസമയത്ത് പിണറായി വിജയൻ ക്രൂരനും അതേപോലെ തട്ടിപ്പുകാരനും അഴിമതിക്കാരനായ ഭരണാധികാരിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പിണറായി വിജയനും കുടുംബവും ജയിലിലാകുമെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നന്ദി, നമസ്കാരം.